ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. യൂട്യൂബിൽ ഡാർക്ക് തീം എങ്ങനെ എനേബിൾ ചെയ്യാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആൻഡ്രോയിഡ് ഫോണിലായാലും iOSലായാലും യൂട്യൂബ് വെബിലായാലും എങ്ങനെ ഡാർക്ക് തീം എനേബിൾ ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമ്മളിങ്ങനെ യൂട്യൂബിൽ ഡാർക്ക് തീം എനേബിൾ ചെയ്തിട്ട് യൂട്യൂബ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് രണ്ട് ഗുണങ്ങളാണ് ഉള്ളത്. ഒന്ന്, നമ്മുടെ കണ്ണിന് അത്ര ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഇപ്പോൾ നമ്മൾ ബ്രൈറ്റ്നസ് കുറച്ചിട്ട് കണ്ടെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ഈ യൂട്യൂബിൽ വൈറ്റ് ഇൻ്റർഫേസാണ് വരുന്നത്. അപ്പം അത് നമ്മുടെ കണ്ണിലോട് അടിക്കുമ്പോൾ നമുക്ക് കണ്ണ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കണ്ണിന് വേദന എടുക്കാൻ തുടങ്ങും. അങ്ങനെ കണ്ണിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതേസമയം ഡാർക്ക് തീം ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുത്തേ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഡാർക്ക് തീം മിക്കവരും യൂസ് ചെയ്യുന്നത്. ഇപ്പം പലർക്കും അറിയായിരിക്കും എങ്ങനെയാണ് ഈ ഡാർക്ക് തീം എനേബിൾ ചെയ്യാന്നുള്ളത്. അപ്പോൾ പലർക്കും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. എല്ലാ രീതിയിലും നമുക്ക് മെച്ചം ഡാർക്ക് തീം ഉപയോഗിക്കുന്നത് തന്നെയാണ്, അല്ലെങ്കിൽ നമുക്ക് ഗുണം ഡാർക്ക് തീം ഉപയോഗിക്കുന്നത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് ഫോണിൽ എങ്ങനെ യൂട്യൂബിൽ ഡാർക്ക് തീം എനേബിൾ ചെയ്യാമെന്ന് നോക്കാം. യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്യുക. അല്ലാത്തവരാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി യൂട്യൂബ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് കാണാവുന്നതല്ല, ഇപ്പം യൂട്യൂബ് ഓപ്പൺ ആയിരിക്കുകയാണ്. വൈറ്റ് തീമാണ് നമ്മൾ എനേബിൾ ചെയ്തിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ യൂട്യൂബ് ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോൾ വൈറ്റ് തീമിലാണ് യൂട്യൂബ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിൽ കാണുന്ന നമ്മുടെ അക്കൗണ്ട് മാനേജ്, യൂട്യൂബ് അക്കൗണ്ട് മാനേജ് ചെയ്യുന്ന അതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അതിൽ നമുക്ക് കാണാം യൂട്യൂബ് ചാനൽ, യൂട്യൂബ് സ്റ്റുഡിയോ എന്നൊക്കെ. നമുക്ക് അതിൽ നിന്ന് സ്ലൈഡ് ചെയ്ത് താഴോട്ട് പോകാം. സ്ലൈഡ് ചെയ്ത് താഴോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കാണും. നമുക്ക് അപ്പം ആ സെറ്റിങ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ കാണാൻ പറ്റുന്നത് ഇതുപോലെ ജനറൽ, ഓട്ടോ പ്ലേ, ഡൗൺലോഡ്സ് എന്ന ഓപ്ഷൻസ് ഒക്കെ ആയിരിക്കും. അപ്പം നമ്മൾ ജനറൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ശേഷം നമ്മൾ കാണുന്നത് റിമൈൻഡ് മീ ടു ടേക്ക് എ ബ്രേക്ക്, ഡാർക്ക് തീം, ലിമിറ്റഡ് മൊബൈൽ ഡാറ്റ യൂസേജ് എന്നൊക്കെ കാണാം. അപ്പം നമുക്കതിൽ വേണ്ടത് ഡാർക്ക് തീം എന്ന ഓപ്ഷനാണ്. ഡാർക്ക് തീമിൻ്റെ അടുത്ത് കാണുന്ന, അല്ലെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം തന്നെ അത് എനേബിൾ ആവും. നമുക്ക് കാണാം നേരത്തെ വൈറ്റ് തീമിലായിരുന്നു, അതിൽ നേരെ ഒരു ഡാർക്ക് തീമിലേക്ക് മാറി. നമ്മൾ ഡാർക്ക് തീം എനേബിൾ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇനി പഴയതുപോലെ തന്നെ ഇതാക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാർക്ക് തീം വേണ്ട, വൈറ്റ് തീം തന്നെ നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ നമ്മളിപ്പോൾ ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ ചെയ്താൽ മതി. യൂട്യൂബ് ഓപ്പൺ ആക്കുക, നമ്മുടെ അക്കൗണ്ട് മാനേജ് ചെയ്യുന്ന അവിടെ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ജനറൽ എടുക്കുക. ഡാർക്ക് തീം എന്നത് എനേബിൾ ചെയ്തിരിക്കുന്നത് ഓഫ് ചെയ്താൽ മതി. ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ച് നമ്മുടെ വൈറ്റ് തീമിലേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തും. എപ്പോഴും നല്ലത് ഡാർക്ക് തീം തന്നെ യൂസ് ചെയ്യുന്നതാണ്, നമ്മുടെ കണ്ണിനും നല്ലത്. നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. ആൻഡ്രോയിഡ് ഫോണിൽ എങ്ങനെയാണ് യൂട്യൂബിൽ ഡാർക്ക് തീം എനേബിൾ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ യൂട്യൂബ് വെബിൽ ഡാർക്ക് തീം എനേബിൾ ചെയ്യാം എന്നതാണ്. നിങ്ങൾ ഈ കാണുന്ന സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ യൂട്യൂബ് വെബിൽ ഡാർക്ക് തീം എനേബിൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണിലും യൂട്യൂബ് വെബിലും മാത്രമല്ല iOSലും ഇതുപോലെ തന്നെ ഡാർക്ക് തീം എനേബിൾ ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ഈ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യുക. യൂട്യൂബ് ഡാർക്ക് തീം എങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞു തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും. ഈ വീഡിയോ യൂട്യൂബിൽ ഡാർക്ക് തീം എനേബിൾ ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ചെയ്തിരുന്ന വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.